ാണ് എന്തായാലും സങ്കടം മാത്രം നിഴലിക്കുന്ന എനിക്ക് തോന്നുന്നത് മന്ത്രിയുടെ മുഖത്ത് വരെ ആ ഒരു ആഘാതമുണ്ട്, ആ സങ്കടമുണ്ട്. എല്ലാവരും അമ്മമാരാണ്, സഹോദരങ്ങളാണ്, എല്ലാവർക്കും നമുക്കെല്ലാം ഈ ബന്ധങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും ആ വേദന പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, അത് അവന് ഉള്ളിൽ സ്വാഭാവികമായും തോന്നുന്നതാണ്. ആ ഒരു അവസ്ഥയിൽ ഒരു വേർപാടുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ആ കുടുംബം, ആ അച്ഛനമ്മമാർ അതിനെ സഹിക്കാൻ കഴിയുക എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ സങ്കടങ്ങൾ തന്നെയാണ് എപ്പോഴും പങ്കുവയ്ക്കാനും കഴിയുന്നത്. 5 മൃതദേഹങ്ങളും അവിടേക്ക് എത്തിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പൊതുദർശന ചടങ്ങുകൾ 1 മണിക്കൂറാണ് ഉള്ളത്. അതിനുശേഷം അവനവൻ്റെ വീടുകളിലേക്ക് ഒക്കെ കൊണ്ടുപോകും. ലക്ഷദ്വീപ് സ്വദേശിയെ മാത്രമാണ് ആലപ്പുഴയിൽ തന്നെ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകളുള്ളത്. മറ്റുള്ളവരെ എല്ലാവരെയും അവനവൻ്റെ വീടുകളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. പാലക്കാട്, മലപ്പുറത്ത്, കോട്ടയത്തേക്ക് ഒക്കെ. അതൊന്ന് ആലോചിക്കുക, ഇന്നലെ ഈ സമയത്ത് ഇവർ എങ്ങനെയായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക അല്ലേ? അവർ ഒരുമിച്ച് ഇപ്പോൾ ഈ സമയമൊക്കെയാണ്, ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയമായിരിക്കും, കഥകൾ പറഞ്ഞല്ലേ. നമുക്ക് ഇന്ന് വൈകുന്നേരം ഇന്നൊരു സിനിമ കാണണം, വണ്ടി ചിലപ്പോൾ ഞാൻ റെഡിയാക്കാമെന്നല്ലേ അബ്ദുൽ ജബ്ബാർ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകും. അവരുടെ ഒരു പരിചയത്തിൽ അങ്ങനെ ഒരു വാഹനം കിട്ടിയാൽ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ സിനിമയ്ക്ക് പോകാമെന്നൊക്കെ ഇന്നലെ ഈ സമയത്തൊക്കെ ഈ യാത്രയുടെ പ്ലാനിംഗ് ഒക്കെ നടത്തിയവർ 24 മണിക്കൂർ പിന്നിടുമ്പോൾ നിശ്ചലരായി അല്ലേ, ചുറ്റും ഉള്ള കണ്ണുകളെ മുഴുവൻ നിറച്ചുകൊണ്ട് അവരിങ്ങനെ നിശ്ചലരായി കിടക്കുകയാണ്. സങ്കടം